മക്കളെ, ഇന്ന് നമുക്ക് പ്രേം കെ സിവ ഓർ കുച്ച് നഹീം എന്ന ചാപ്റ്ററിലെ കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് കുട്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളോട് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രേം കെ സിവ എന്ന ചാപ്റ്ററിൽ നിന്നും കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ചെയ്യാമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ചെയ്യുന്നത്. നേരത്തെ ഇങ്ങനെ ചെയ്യാറുണ്ട് എല്ലാ ചാപ്റ്ററിൽ നിന്നും. അപ്പം നമുക്ക് നോക്കാം. प्रेम का वास्तविक सुख दूसरों को सुख देने में है, उनका सुख छीनने में नहीं. यह किसका कथन है? പ്രേംചന്ദ് അല്ലെ. ജീവന്റെ വാസ്തവിക സുഖം മറ്റുള്ളവർക്ക് സുഖം നൽകുന്നതാണ്. ഉനക്കാ സുഖ ചിഹ്നമെനഹി, അവരുടെ സുഖം തട്ടിയെടുക്കുന്നതിലല്ല എന്ന് ആരാണ് പറഞ്ഞത്? ആരുടെ അഭിപ്രായമാണിത് എന്നാണ് ചോദിച്ചത്. നിങ്ങൾ ആ പാഠത്തിൽ പഠിച്ചതാണത്. ഫസ്റ്റ് തന്നെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ യൂണിറ്റിൽ ഫസ്റ്റ് നസാരയും എന്ന് ഒരു പിക്ചറൊക്കെ തന്നിട്ട് അതിന്റെ താഴെ എഴുതിയിട്ടുണ്ടല്ലോ ഒരു ബോക്സിൽ 2 വരികൾ അല്ലേ, അതാണിത്. അതിൽ താഴെ ഉണ്ടാവും പ്രേംചന്ദ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആരാണ് ഇത് എഴുതിയത്? പ്രേംചന്ദാണ്. ആരുടെ അഭിപ്രായമാണ്? പ്രേംചന്ദിന്റെ അഭിപ്രായമാണ്. അടുത്തത് നോക്കാം. ജീവൻ കാ വാസ്തവിക സുഖ ക്യാ ഹെ? എന്താണ് ജീവിതത്തിലെ വാസ്തവിക സുഖം, യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് എന്താണ്? ദൂസരോ കോ സുഖ ദേനാ ഹി ജീവൻ കാ വാസ്തവിക സുഖ ഹെ. മറ്റുള്ളവർക്ക് സുഖം നൽകുക എന്നത് തന്നെയാണ് ജീവിതത്തിലെ യഥാർത്ഥ സുഖം. മറ്റുള്ളവരുടെ സുഖവും സന്തോഷവും കാണുക, അവർക്ക് സുഖം സന്തോഷം നൽകുന്നതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലേ, അതാണ് എന്ത് ജീവിതത്തിലെ യഥാർത്ഥ സുഖം എന്ന് പറയുന്നത്. പ്രേം കെ സിവ ആർ കുച്ച് നഹീം യേ കിസ്കി രചന ഹെ? പ്രേം കെ സിവ ആർ കുച്ച് നഹീം എന്ന രചന ആരുടേതാണ്? ജസിന്ത കേർക്കറ്റ. ആരുടേതാണ്? ജസിന്ത കേർക്കറ്റയുടെ രചനയാണ് പ്രേം കെ സിവ ആർ കുച്ച് നഹീം എന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. റിംസ് ക്യാ ഹെ? നമ്മുടെ ആ പാഠത്തിൽ പറയുന്നുണ്ടല്ലേ റിംസ് എന്താണ് അതിൽ റിംസ്? ഹോസ്പിറ്റൽ ആണല്ലേ. ജാർഖണ്ഡ് കാ സബ്സേ ബഡാ സർക്കാരി അസ്പത്താൽ. ജാർഖണ്ഡിലെ ഏറ്റവും വലിയ സർക്കാർ ഹോസ്പിറ്റലാണ് റിംസ്. എന്താണ് റിംസ്? ജാർഖണ്ഡ് കാ സബ്സേ ബഡാ സർക്കാരി അസ്പത്താൽ. ജാർഖണ്ഡിലെ ഏറ്റവും വലിയ സർക്കാർ ഹോസ്പിറ്റലാണ് ജാർഖണ്ഡിലെ റിംസ്. ഈ ഘടന കഹാ ഹുയി? ഈ സംഭവം നടന്നത് എവിടെയാണ്? അതായത് നമ്മള് ഇതില് 3 ഘടനകൾ പഠിക്കുന്നുണ്ട് അല്ലെ. ഒന്നാമത്തത് ലേഖിക, രണ്ടാമത്തേലുള്ളത് ലേഖികയുടെ അനിയത്തി, മൂന്നാമത്തെ സംഭവത്തിലുള്ളത് ലേഖികന്. അങ്ങനെ 3 സംഭവങ്ങൾ നമ്മൾ ഇതിൽ പഠിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളൊക്കെ നടന്നത് എവിടെയാണ് എന്നാണ് ചോദ്യം. ഈ ഘടന കഹാ ഹുയി? ഈ സംഭവങ്ങളെല്ലാം എവിടെ സംഭവിച്ചതാണ്? എവിടെ സംഭവിച്ച കാര്യമാണ് ഇതിൽ പറയുന്നത്? ആസ്പത്താൽ മേലെ, ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിന് അകത്തും പുറത്തുമായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ. ലോക കതാർ മേ ക്യോं ഖടേ थे? ലോക് കതാർ മേ ക്യോं ഖടേ थे? ആളുകൾ കതാർ പറഞ്ഞ വരിയായിട്ട് നിൽക്കുക. ആളുകൾ ക്യൂ നിന്നത് എന്തിനായിരുന്നു? റിപ്പോർട്ട് ലേനെ കെ ലിയേ. എന്തിനായിരുന്നു? റിപ്പോർട്ട് ലേനെ കെ ലിയേ. റിപ്പോർട്ട് വാങ്ങാൻ വേണ്ടിയാണ് ആളുകൾ ക്യൂ നിന്നത്. ആദ്മി കി പരേശാനി കാ കാരൺ ക്യാ താ? ആദ്മി കി പരേശാനി കാ കാരൺ ക്യാ താ? ആ വ്യക്തിയുടെ, അവിടെ ഒരു വ്യക്തി വളരെയധികം വിഷമത്തിലായിരുന്നു എന്ന് നമ്മൾ ഫസ്റ്റ് സംഭവത്തിൽ പഠിച്ചതാണ് അല്ലെ. അപ്പൊ ആത്മിക്ക് പരേശാനിക്ക കാരൺ ക്യാത? ആ വ്യക്തിയുടെ, ആ മനുഷ്യന്റെ വിഷമത്തിന്റെ കാരണം എന്തായിരുന്നു? എന്ത് കാരണത്തിനാണ് അയാൾ ഇങ്ങനെ വിഷമിച്ചത്? ഉൻകെ പാസ് 20 രൂപയെ നഹീ ദേ. അദ്ദേഹത്തിന്റെ കയ്യില് 20 രൂപ ഉണ്ടായിരുന്നില്ല. 20 രൂപയ്ക്ക് കമ്മി ദേ എന്നും പറയാം. കമ്മി പറഞ്ഞ കുറവ്. അദ്ദേഹത്തിന് 20 രൂപയുടെ കുറവ് ഉണ്ടായിരുന്നു. ഉനക്കെ പാസ് 20 രൂപയ്ക്ക് കമ്മി ദേ. കാന്നെഴുതാ, മാന്നെഴുതാ, ഈച്ചിനെട കമ്മി. കമ്മി പറഞ്ഞ കുറവ്. കമ്മി ദേ എന്നും എഴുതാം. രൂപയെ നഹീം ദേ എന്ന് പറഞ്ഞാല് പൈസ ഉണ്ടായിരുന്നില്ല. ഓക്കെ. ഉൻകെ പാസ് 20 രൂപയെ നഹീം ദേ. അദ്ദേഹത്തിന്റെ കയ്യില് 20 രൂപ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം വളരെയധികം വിഷമത്തിലായത് അല്ലെ. പീछे वाले लोग क्या चिल्ला रहे थे?
പീച്ചേ വാലേ ലോഗ് ക്യാ ചില്ലാ രഹേ, പിന്നിൽ നിൽക്കുന്ന ആളുകൾ എന്തിനാണ് കൂവി വിളിച്ചത്? ചില്ലാന കൂവി വിളിക്കുക, ആർത്ത് വിളിക്കുക, ബഹളം ഉണ്ടാക്കുക എന്നൊക്കെ ഈ ചില്ലാ രഹേ എന്നതിന്റെ അർത്ഥമാണ്. ചില്ലാന പറഞ്ഞാൽ കേട്ടോ. ആ പീച്ചേ വാലേ ലോഗ് ക്യാ ചില്ലാ രഹേ, ഈ പിന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ എന്തിനാണ് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയിരുന്നത്? എന്തുകൊണ്ടാണ് അവരങ്ങനെ പിന്നിൽ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയത് എന്നാണ് ചോദ്യം. എന്തിനാണ്? ജൽദി കർണേകേലിയെ, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി, പെട്ടെന്ന് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടാണ് അവരെന്ത് ചെയ്തത്? ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നില്ലേ. ലൈന് നീങ്ങുന്നില്ല. നമ്മുടെ എന്താണ് ഈ കഥയിലുള്ള ആത്മി അയാൾക്ക് 20 രൂപ കൊടുക്കാനില്ലാത്തത് കൊണ്ട് അവിടെ അദ്ദേഹത്തിന് റിപ്പോർട്ട് വാങ്ങി മാറി നിന്നാലേ മറ്റുള്ളവർക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അയാൾ അവിടെ തന്നെ വരിയിൽ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് വരി നീങ്ങുന്നില്ല. ബാക്കിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാണ്? ബഹളം ഉണ്ടാക്കുകയാണ്. ജൽദി കർണേക്കിലെ, വേഗം ചെയ്യാൻ വേണ്ടിയാണ് അവരെന്ത് ചെയ്യുന്നത്? ബഹളം ഉണ്ടാക്കുന്നത്. വേഗമാവട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് ബഹളം ഉണ്ടാക്കുകയാണ് അല്ലെ. ഇനി അടുത്തത് നോക്കാം. അപ്പനെ ഫോൺ മേ ക്യാ കഹാ? 20 रुपये नहीं मिल रहा, लाइन में खड़ा हूं, लेकर जल्दी आइए. മക്കളെ ഇവിടെ അപ്പനേമ്മ എന്നല്ല, പ്രിന്റ് ചെയ്തതിലുള്ള മിസ്റ്റേക്ക് ആണ്. വായിക്കുമ്പോൾ ഞാൻ തന്നെ എന്താ പോതെന്ന് വിചാരിച്ചു. അപ്പനേമേ ഫോൺമേ ക്യാ കഹ എന്നല്ല, ആപ്പിന് അദ്ദേഹം, ആപ്പ് എന്നാണ് വരിക കേട്ടോ. ആപ്പിനെ ഫോണുമേ ക്യാ കഹ, അദ്ദേഹം ഫോൺ, അല്ലെങ്കിൽ ഉസ്നെ എന്നും പറയാം. ഫോണുമേ ക്യാ കഹ, അദ്ദേഹം ഫോണിൽ എന്താണ് പറഞ്ഞത്? 20 രൂപയെ നഹി മിൽ രഹ, എന്താണ് പറഞ്ഞത്? 20 രൂപ കിട്ടിയില്ല. ലൈൻ മേം കടാഹും, 20 രൂപ കിട്ടിയില്ല. ഇവിടെ സ്റ്റോപ്പാണ്. ലൈൻ മേം എന്നുള്ളതിന് ഒരു വരെയാണ് കേട്ടുള്ളത്. ലൈനിൽ എന്നുള്ളതിന് ഒരു വരെയാണല്ലോ, രണ്ടെണ്ണല്ല കേട്ടോ. ലൈൻ മേ എന്നുള്ളതിന് എന്താണ്? ഒരു വരയും കുത്തും മാത്രം. ഇൽ എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ലൈൻ മേ ഖടാഹും, വരിയിൽ നിൽക്കുകയാണ്. ലേക്കർ ജൽദിയായി, പൈസയും കൊണ്ട് വേഗം വന്നാലും എന്നാണ് അദ്ദേഹം ഫോണിലൂടെ പറഞ്ഞത്. ഉൻസെ ഫോൺ മേ ക്യാ കഹ, അവിടെ ആപ്പിനെ അല്ലെങ്കിൽ ചേർക്കാം. ആപ്പിനെ ഫോൺ മേ ക്യാ കഹ, അല്ലെങ്കിൽ ഉൻസെ ഫോൺ മേ ക്യാ കഹ, അദ്ദേഹം ഫോണിൽ എന്താണ് പറഞ്ഞത്? 20 രൂപ കിട്ടിയില്ല, ലൈനിൽ നിൽക്കുകയാണ്, പെട്ടെന്ന് തന്നെ വന്നാലും 20 രൂപയായിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയാണ് അദ്ദേഹം ഫോണിൽ പറയണത് അല്ലേ. आदमी को राहत मिलने के लिए लेखिका ने क्या किया? आदमी को राहत मिलने के लिए लेखिका ने क्या किया? ആ വരിയിലുണ്ടായിരുന്ന വ്യക്തി വളരെയധികം വിഷമത്തിലായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ലേഖിക എന്താണ് ചെയ്തത്? 20 രൂപയ ദിയ, എന്താ ചെയ്തത്? 20 രൂപ അദ്ദേഹത്തിന് നൽകി അല്ലെ. അദ്ദേഹത്തിന് 20 രൂപ നൽകി. ബഹനെ കിസ്കോ ഗോദുമേ ലേ രഖാ താ, സഹോദരി ആരെയാണ് മടിയിലെടുത്തിരുന്നത്? ആരെയാണ്? നന്നെ ബച്ചേക്കോ, ചെറിയ കുട്ടിയാണ് സഹോദരി കൂടെ കൂട്ടിയിരുന്നു, കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, സഹോദരിയുടെ കൂടെ. അതാരാണ് ഉണ്ടായിരുന്നത്? നന്നെ ബച്ച, ചെറിയ കുട്ടി. റിപ്പോർട്ട് ലേനെ കെ ബാദ് ബഹൻ കോ ക്യാ കർണ പടാ, റിപ്പോർട്ട് എടുത്തതിന് ശേഷം സഹോദരിക്ക് എന്ത് ചെയ്യണമായിരുന്നു? ഫോട്ടോ കോപ്പി കർണ പടാ, ഫോട്ടോ കോപ്പി കൂടെ എടുക്കണമായിരുന്നു. अस्पताल में क्या छूट गया था? अस्पताल में चौथे तल्ले എന്നുള്ള 14ാമത്തെ ട്ടോ. अस्पताल के चौथे तल्ले में क्या छूट गया था? ഹോസ്പിറ്റലിന്റെ 14ാമത്തെ നിലയില് എന്താണ് മറന്നു വെച്ചത്? ചൂട്ടന, വിട്ടുപോകുക, മറന്നു വെക്കുക. പൈസ, എന്താണ്? പൈസയാണ്. ബഹനെ ദുകാൻദാർ സെ ക്യാ കഹ, സഹോദരി കടക്കാരനോട് എന്താണ് പറഞ്ഞത്? ബഹനെ ദുകാൻദാർ സെ ക്യാ കഹ, സഹോദരി കടക്കാരനോട് എന്താണ് പറഞ്ഞത്? അതായത് ഫോട്ടോ കോപ്പി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പൊ ആ ഫോട്ടോ കോപ്പി എടുക്കുന്ന സമയത്ത് എടുക്കാൻ വേണ്ടി ക്യൂവിൽ നിന്നല്ലോ. അപ്പൊ എന്താണ് പറഞ്ഞതെന്നാണ് ചോദിച്ചത്. എന്താണ് പറഞ്ഞത്? കൊച്ചു ദേർമേ പൈസ ലാക്കർ ദേ ദേഗി, കുറച്ചു സമയത്തിന് ശേഷം പൈസ കൊണ്ടുവന്ന് നൽകാം എന്നാണ് പറഞ്ഞത്. ഈ സമയ ദുക്കാൻദാറിനെ ക്യാ കിയ,
അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ സമയത്ത് ദുക്കാൻദാറിനെ ക്യാ കിയ, ദുക്കാൻദാർ എന്ത് ചെയ്തു? ആനാക്കാനി കർലിയ. എന്താ ആനാക്കാനി കർണ പറഞ്ഞാല്? കേട്ട ഭാവം നടിക്കാതിരിക്കുക അല്ലെ? കേട്ടില്ല എന്ന ഭാവം, കേട്ടിട്ടില്ല എന്ന ഭാവം. ബഹൻ കെ പാസ് ഗഡേ ലഡ്കേനെ ക്യാ കിയ. സഹോദരിയുടെ അരികിൽ നിന്നിരുന്ന ആൺകുട്ടി എന്താണ് ചെയ്തത്? അവിടെ ഒരാളുണ്ടായിരുന്നു, അയാൾ എന്താണ് ചെയ്തത്? ഉസ്കി ഫോട്ടോ കോപ്പി കെ ബി പൈസെ ജമാ കർ ദിയ. അവളുടെ ഫോട്ടോ കോപ്പിയുടെ കൂടെ പൈസ അയാൾ അടച്ചു. അതായത് ലേഖികയുടെ അനുജത്തിക്ക് ഫോട്ടോ കോപ്പി എടുക്കണമായിരുന്നു. ഫോട്ടോ കോപ്പിയുടെ പൈസ ഞാൻ പിന്നീട് എത്തിക്കാം എന്ന് പറഞ്ഞപ്പോൾ കടക്കാരൻ കേട്ടതായി ഭാവിച്ചില്ല, കേൾക്കാത്ത ഭാവം നടിച്ചു നിന്നു. അത് കണ്ട അവിടെ ഫോട്ടോ കോപ്പി എടുക്കാൻ വന്നിരുന്ന മറ്റൊരു വ്യക്തിയാണ്, ഒരു ലടുക്ക, ഒരു ആൺകുട്ടി. അത് കാണുകയും അദ്ദേഹം എന്ത് ചെയ്തു? ഈ ലേഖികയുടെ അനുജത്തിയുടെ ഫോട്ടോ കോപ്പിയുടെ പൈസ കൂടെ അവിടെ അടച്ചു. അതാണ് പറഞ്ഞത് ഉസ്കി ഫോട്ടോ കോപ്പി കെ ബി പൈസ ജമാ കർലിയ. അവളുടെ ഫോട്ടോ കോപ്പിയുടെ പൈസ കൂടെ അവിടെ അടച്ചു. ലഡ്കേനെ ഐസേ ക്യോം കിയാ ഹോഗ. എന്തുകൊണ്ടായിരിക്കാം അയാൾ അങ്ങനെ ചെയ്തത്? അയാൾക്ക് ഫോട്ടോ കോപ്പി എടുത്തു, അതിന്റെ പുറമെ ലേഖിയുടെ അനുജത്തി കൂടെ പൈസ അടച്ചത് എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ചോദിച്ചത്. ഉസ്കി ഓർ സഹാനുഭൂതി സേ കിയാ ഹോഗ. അവളോട് സഹതാപം തോന്നിയത് കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടായിരിക്കാം എന്നാണ് ചോദ്യം. അവളോടുള്ള സഹതാപം കൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പഠിക്കുക. ആവശ്യക്കാർ അത് എഴുതിയെടുത്ത് പഠിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചിട്ട് സ്വയം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ നോക്കുക. ക്വസ്റ്റ്യനും ആൻസറൊക്കെ സ്വയം ചെയ്ത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അതൊന്നും തന്നെ ഉണ്ടാക്കി അതിൻ്റെ ആൻസറൊക്കെ സ്വയം എഴുതുക. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ തന്നെ എന്താണ് നിങ്ങൾ ഹിന്ദി പഠിക്കുകയാണ്. ഓക്കെ.